അതുകൊണ്ടായിരിക്കാം നാലാളറിയുന്ന BJP-ക്കാരും സംഘപരിവാർ പ്രതിനിധികളും ഒന്നും വന്നിട്ടില്ല. പകരം വലതുപക്ഷ അനുകൂലി എന്ന നിലയിലാണ് നമ്മുടെ സഹപാനലിസ്റ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. BJP നേതാക്കന്മാർ പോലും ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഈ വഷളത്തരം ഏറ്റെടുക്കാൻ വന്നിട്ടുള്ള ഈ സഹപാനലിസ്റ്റിനെ, അദ്ദേഹത്തിന്റെ വാദങ്ങളെ അർഹിക്കുന്ന പുച്ഛത്തോടുകൂടെ നമ്മൾ ചവിറ്റുകുട്ടയിലേക്ക് നീ വലിയ ഡീസന്റ്, ബാക്കി എല്ലാവരും മോശക്കാരും. അതൊരു കാഴ്ചപ്പാടാണ് ജയ്ക്ക്. ഇപ്പോ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് BJP-യുടെ ഒരു ബാനർ കിട്ടുന്നത് വളരെ കുറച്ചു കാലത്തിന് മുമ്പാണ്. അതിനു മുമ്പും ഈ കാഴ്ചപ്പാടുകൾ, അതിനുശേഷവും ഈ കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകളും ആ വാദവുമാണ് ശ്രീ ഷാബു പ്രസാദ് മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ഇത് മതി, ഇത് ധാരാളം മതി, എന്തെങ്കിലും മതിയല്ലോ. മുമ്പ് ഏതോ ചലച്ചിത്രത്തിൽ ഒരു കഥാപാത്രം പറയുന്ന വാചകം പോലെ എത്രയൊക്കെ വാരിക്കോരി തിരച്ചാലും ചിലപ്പോൾ ഉള്ളിലുള്ള ഫ്രോഡ് പുറത്തേക്ക് വരും എന്നതുപോലെയാണ് ആ പക്ഷപാതികളായ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ കുഞ്ഞാണ് എന്റെ കുഞ്ഞ്. സംശയമൊന്നുമില്ലല്ലേ? അങ്ങനെ പ്രഖ്യാപിച്ച് ഈ കേരളത്തിലെ പാവപ്പെട്ട കുറേ ചെറുപ്പക്കാരെ ഈ അവരുടെ ധർമ്മത്തിൽ നിന്നും അവരുടെ മതത്തിൽ നിന്നും ഒക്കെ മാറ്റിയിട്ട് അവരെ ഞങ്ങൾ മാനവവാദികളാന്ന് പറഞ്ഞ് കൊണ്ടു നടന്നത് നിങ്ങളാണ്. സത്യമല്ലേ തോമസ് ജേക്കബ്? ആ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി ക്രിസ്ത്യാനിയാക്കാമെന്ന് കരാർ എഴുതി വാചകത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. പോയിട്ട് പിണറായി വിജയനെ വിളിച്ചോണ്ട് പോവാ, എന്നിട്ട് BJP-ക്കെതിരെ ഒരു 4 പൊതുയോഗം ഇന്ത്യയിൽ എവിടെങ്കിലും പോയി സംസാരിക്കാൻ പറയാം. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും കാലു കുത്തിക്കില്ല, അത് വേറെ വിഷയം. അത് കൂടുതലൊന്നും എനിക്ക് അവരോട് പറയാം. ഇന്ത്യയിൽ വേറെ എവിടെയും കാലു കുത്താൻ അവർക്ക് ഇല്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞത് മാപ്പ് പറഞ്ഞാൽ തീരുന്ന കാര്യമല്ല. അതും അല്ലെങ്കിൽ ഈ മാപ്പ് പറയുന്നത് സംഘപരിവാറുകാരുടെ സംഘികളുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് ബ്രിട്ടീഷുകാരന് മാപ്പ് എഴുതി കൊടുക്കുന്നതും ഷൂ നക്കുന്നതും തൊട്ട് ഇങ്ങോട്ട് ഇന്ന് വരെ 2025 വരെ ഇവരുടെ പരിപാടി ഇതാണ്. ഇവർക്ക് ഇത് ഭരണഘടനാ ലംഘനമാണെന്ന് തോന്നാത്ത എന്താണെന്നറിയോ? ബ്രിട്ടീഷുകാർക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഒറ്റുകൊടുത്ത് ഷൂ നക്കുന്ന തിരക്കിലായതുകൊണ്ട് കാലഘട്ടത്തിൽ ഇവർ ഒളിവിലിരുന്ന് ഒറ്റ കൊടുക്കുന്ന തിരക്കിലായതുകൊണ്ടാ ഇവർക്ക് ഇതിനെ കുറിച്ച് പഠിക്കാൻ പറ്റാതിരുന്നത്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് അതിൻ്റെ അകത്ത് യാതൊരു അസ്വാഭാവികതയും എനിക്ക് തോന്നുന്നില്ല. ഞാൻ യാഥാർത്ഥ്യബോധത്തോടുകൂടി കാര്യങ്ങളെ കാണുന്ന ഒരാളാണ്. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ മറ്റുള്ള വകുപ്പുകളും ഭരിക്കണം. അങ്ങനെ ക്രമേണ ഈ ഉച്ചനീചത്വം നമ്മുടെ സമൂഹത്തിൽ നിന്നില്ലാതാകണം. യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണെന്നറിയോ? ഇനി മറ്റൊരു കാര്യം പറയട്ടെ, ഇവിടെ ജിൻഡോ ജോൺ ഇവിടെ കടന്ന് അലറി വിളിക്കുന്നത് കേട്ടല്ലോ. ഈ എല്ലാവരും, അതായത് ഈ 3 തവണയാണ് NDA സർക്കാരിന് BJP-ക്ക് ഇവിടെ ഭരണം കൈയാളാൻ അവസരം ചൊല്ലി സർക്കാരിന് BJP നേതൃത്വം നൽകുന്ന സർക്കാരിന് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ടായത്. ഈ 3 പ്രാവശ്യവും ഈ BJP പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ഒന്ന് അബ്ദുൽ കലാം ആയിരുന്നു, രാംനാഥ് കോവിന്ദ് ആയിരുന്നു, പിന്നുള്ളത് ദ്രൗപദി മുർമു ആയിരുന്നു. ഇവർ 3 പേരും ഏത് വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്? സത്യമാണെങ്കിലും എനിക്ക് പ്രാവശ്യം ഷൂ നക്കി എന്ന് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ ഉടനെ തുടങ്ങിയാണ്. അത് ബ്രിട്ടീഷുകാരന് മാപ്പ് എഴുതി കൊടുക്കുന്നതും ഷൂ നക്കുന്നതും തൊട്ട് കേട്ട് ഞാൻ അതിന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് അശ്ലീലമാവും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചെറുക്കൻ അറിഞ്ഞൂടോ? പൊട്ടക്കുളത്തിൽ ഉണവൻ ഫണീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈ ചെറുക്കൻ ഈ കോലം കൊണ്ട് നടക്കണമെങ്കിലും വിവരമില്ല, അതാണ് പ്രശ്നം. പക്ഷേ സവർക്കറോ അല്ലെങ്കിൽ ആരും ഷൂ നക്കിയ ഫോട്ടോ ഒന്നും ചിത്രങ്ങളോ ഒന്നും ഇല്ല. പക്ഷേ ഇവരുടെ ഒരു നേതാവ് ഷേവ് ചെയ്ത് കൊടുക്കുന്ന ചിത്രം ഇവിടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. ജവഹർലാൽ നെഹ്റു, സാക്ഷാൽ ഇവരുടെ നേതാവ് ദൈവം ജവഹർലാൽ നെഹ്റു ഒരു സായിപ്പിന്, അതായത് മൗണ്ട് ബാറ്റന് ഷേവ് ചെയ്ത് കൊടുക്കുന്ന ചിത്രമാണിത്. ചോദിച്ചു മേടിച്ചതാ സാറേ. ഇത് അവൈലബിൾ ആണ് എല്ലാവർക്കും. അതുകൊണ്ട് വെറുതെ ഇങ്ങോട്ട് ചൊറിഞ്ഞു കയറി മാന്ത് വാങ്ങി പോവല്ലേ, ഞാൻ മാന്തി പൊളിച്ചോളെ. അതുപോലെ സോണിയാഗാന്ധി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ വിശേഷിപ്പിച്ചത് എന്താണ്? പുവർ ലേഡി. അവരെ കൊണ്ട് എന്തിനു കൊള്ളാം, പാവം, ക്ഷീണിച്ചു പോയി. ഈ നാട്ടിലെ ഇവിടുത്തെ രാഷ്ട്രപതിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇതൊന്നും മാതൃഭൂമിക്ക് ചർച്ചയായില്ലല്ലോ. ഇവിടെ ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. ഇവിടെ സുരേഷ് ഗോപിയുടെ ഒരു കാര്യം പറഞ്ഞു. സുരേഷ് ഗോപി അദ്ദേഹം പറഞ്ഞു, അത് ഇവിടെ ചാനലുകൾ മുഴുവൻ ചർച്ചയായപ്പോൾ ഈ നാട്ടിലെ പ്രഥമ പൗരയെ പബ്ലിക്കായിട്ട് പത്രക്കാരുടെ മുമ്പിൽ അപമാനിച്ചത് മാതൃഭൂമിക്കോ ഈ നാട്ടിലെ മാധ്യമങ്ങൾക്കോ വിഷയമല്ല. പക്ഷെ അതൊന്നുമല്ല തന്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. അത് തന്നെയാണ് നിങ്ങളുടെയൊക്കെ കാപട്യവും കള്ളത്തരവും. അത് തന്നെയാണ്.
ശരി, ഒരൊറ്റ മിനിറ്റ്. അല്ല, എന്ത് ചർച്ച ചെയ്യണം, എന്ത് ചർച്ച ചെയ്യരുത് എന്ന കാര്യത്തിൽ ഈ പറയുന്ന വലത് അജണ്ടകൾക്ക് തലവെച്ചു കൊടുക്കാൻ എന്തായാലും തൽക്കാലം ഇവിടെ നിർവാഹമില്ല. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ട്, വേണ്ടോളം. ശ്വാസം വരെ നമ്പൂതിരിപ്പാട് EMS എന്നുള്ള 3 അക്ഷരം കൊണ്ട് ലോകം തിരിച്ചറിയുമായിരുന്ന മനുഷ്യൻ അവസാന ശ്വാസം വരെ നമ്പൂതിരിപ്പാട് എന്ന ആ വാലുകൊണ്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നീ ഒന്നും പണയണ്ട. EMS നമ്പൂതിരിപ്പാട് എന്ന് വെക്കാതെ ഒരു വരി പോലും EMS എഴുതിയിട്ടില്ല. എന്താണത്? ജാതീയതയല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ വിഷമിക്കണ്ട. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. ഞാൻ ഒരു മനുഷ്യനെ വായിക്കേണ്ടത് അവൻ ജീവിച്ച കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളത് അടിസ്ഥാനമാണ്. ചർച്ച ഒരു ചരിത്രം വായിക്കുമ്പോൾ എന്നുള്ളത് മാത്രം പറഞ്ഞാൽ അത് അവിടെ അവസാനിപ്പിക്കുന്നു. കുലജാതർക്ക് മാത്രമേ ഭരിക്കാൻ അറിയുള്ളെങ്കിൽ താങ്കൾ പറഞ്ഞു രാംനാഥ് കോവിന്ദ്, ദ്രൗപദി മുർമു, അബ്ദുൽ കലാമിനെയൊക്കെ പ്രസിഡന്റ് ആക്കിയെന്ന്. അതിനു മുമ്പ് ഈ KR നാരായണനെയും പ്രസിഡന്റ് ആക്കിയിരുന്നു കോൺഗ്രസിന്റെ കാലത്ത്. പക്ഷെ കോൺഗ്രസ് അല്ല. ഒരു മിനിറ്റ്, കോൺഗ്രസ് അല്ല. കോൺഗ്രസ് അല്ല KR നാരായണനെ ഇടപെടലേ. അല്ല, അത് ഞാൻ ഒന്ന് തിരുത്തുകയാണ്. കോൺഗ്രസ് അല്ല, ഐക്യജനതാദളിന്റെ മന്ത്രിസഭയാണ്. അന്ന് കോൺഗ്രസ് അല്ല. അതും കയ്യിന്ന് പോയി. അല്ല ഇന്ത്യ ഭരിച്ചിരുന്നത്, കോൺഗ്രസ് ആക്കിയിട്ടില്ല. ഒത്തില്ല. എന്താണ് ഒത്തില്ല?